Hi dears, this is simply my passion. അപ്പം ഇന്ന് ചെയ്യാൻ പോകുന്നത് നല്ല ക്രിസ്പിനെസ്സോട് കൂടിയിട്ടുള്ള ലൊട്ടയാണ്. നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ അതേ പെർഫെക്ഷനിൽ നമുക്ക് ലൊട്ട വളരെ ഈസി ആയിട്ട് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു ലൊട്ടയുടെ ആ ഒരു പെർഫെക്ഷൻ, ആ ഒരു ക്രിസ്പിനെസ് എങ്ങനെ ഉണ്ട് എന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റത്തെ ആ വോയിസ് ഇട്ടത്, അത് കഴിക്കുന്ന വോയിസ് ഇട്ടത്. നല്ല ക്രിസ്പി ആൻഡ് പെർഫെക്റ്റ് ലൊട്ട തന്നെയാണ്. ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 3/4 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 3/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് അത് കുഴച്ച് നല്ല മാവാക്കി എടുക്കുക. അപ്പം ഭയങ്കര സോഫ്റ്റ് മാവായി പോയത്, കുറച്ച് ഹാർഡായിട്ടുള്ള മാവാണ് നമുക്ക് ഈ ഒരു ലൊട്ടക്ക് വേണ്ടത്. എന്നാൽ ഭയങ്കര ഹാർഡും ആവാൻ പറ്റൂല, അങ്ങനത്തെ ഒരു പരുവത്തിൽ വേണം മാവിന്. അപ്പം ഞാനിവിടെ ഏകദേശം 1/2 കപ്പ് വെള്ളത്തിലാണ് മാവ് കുഴച്ചെടുത്തിട്ടുള്ളത്. അപ്പം നന്നായിട്ട് തന്നെ കൈയോട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2 മണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പിന്നെ അതൊന്ന് പൊന്തി വരണം. അപ്പം 2 മണിക്കൂർ മതിയാവും. അപ്പോൾ ഇവിടെ 2 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഡോ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട്. ഇനി അത് ഒന്നും കൂടി ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് ബോൾസ് ആക്കി എടുക്കുക. അപ്പം വലിയ ബോൾസ് തന്നെ ആക്കി എടുക്കുക. ഏകദേശം ഒരു 4 ബോൾ ആകുന്ന വിധത്തിൽ തന്നെ നമുക്കിത് ബോൾസ് ആക്കി എടുക്കാം. നമുക്കിത് പരുത്തിയെടുക്കുക. അപ്പോൾ കുറച്ച് മൈദ ഇട്ടിട്ട് അത് പരുത്തിയെടുക്കുക. അപ്പോൾ തിക്നെസ്സോട് കൂടിയിട്ട് വേണം പരുത്താൻ. ഏകദേശം ഒരു 1/4 ഇഞ്ച് തിക്നെസ്സോട് കൂടിയിട്ട് വേണം നമുക്ക് ഈ ഒരു മാവ് പരുത്തിയെടുക്കാൻ. അപ്പോൾ ഇതാ ഈ വലുപ്പത്തിൽ ഞാൻ പരുത്തി എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഇതുപോലെ മുറിച്ചെടുക്കണം. നീളത്തിൽ മുറിച്ച് പിന്നെ അത് സ്ക്വയർ ചെറിയ ചെറിയ സ്ക്വയർ ആയിട്ട് മുറിച്ചെടുക്കണം. ഇപ്പൊ കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിലാണ് ഉണ്ടാവുക. ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മളത് പരുത്തിയെടുക്കാനായിട്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഫ്രൈയിങ്ങിലാണ് നമ്മൾ ലൊട്ടയുടെ മെയിൻ ക്രിസ്പിനെസ് ഇരിക്കുന്നത്. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇട്ട് ഫ്രൈ ചെയ്യരുത്. ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പുറം മാത്രമേ ക്രിസ്പി ആയിട്ട് ഉണ്ടാവുള്ളൂ, ഉള്ളിൽ സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഓയിൽ ചൂടായി കഴിഞ്ഞാൽ ഒരു മീഡിയം ചൂടായാൽ മതി. അന്നേരം ഫ്ലെയിം ലോയിൽ വെക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ലൊട്ട ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ത്രൂ ഔട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് ലൊട്ട ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് നല്ല പെർഫെക്റ്റ് ലൊട്ട കിട്ടുള്ളൂ. അപ്പം ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. എന്നാൽ മാത്രമേ നമുക്ക് ആ പെർഫെക്റ്റ് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ലൊട്ടയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ മുളകും ഉപ്പും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്കത് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം. പിന്നെ അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നല്ല കറുമുറാന്നുള്ള ലൊട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടാവും, അത്രയ്ക്കും നല്ല ക്രിസ്പിയാണ്. നല്ല അടിപൊളി ലൊട്ട തന്നെയാണ്. കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റും തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം സിംപ്ലി മൈ പാഷൻ.